ഇനി പോകുന്നത് യൂട്യൂബർ രാജൻ ജോസഫ് വീണ്ടും അറസ്റ്റിൽ. അടൂർ പോലീസാണ് ഇയാളെ പിടികൂടിയത്. ജാമ്യത്തിലിറങ്ങിയ ശേഷം കോൺഗ്രസിന്റെ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മയെ അപമാനിച്ചു എന്നാണ് കേസ്. സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ അപകീർത്തിപ്പെടുത്തുന്നതായി കാട്ടി ശ്രീനാദേവി കഴിഞ്ഞ ദിവസം പോലീസിന് പരാതി നൽകിയിരുന്നു. സമാന പരാതിയിൽ കഴിഞ്ഞ ദിവസം അടൂർ കോടതിയിൽ നിന്ന് ഇയാൾക്ക് ജാമ്യം ലഭിച്ചിരുന്നു. വിവരങ്ങളുമായി ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, ഈ രാജൻ ജോസഫ് ഇതിങ്ങനെ ഒരു സ്ഥിരമായി തന്നെ തുടരുന്നുണ്ട് ഈ രീതിയിലുള്ള സൈബർ അധിക്ഷേപം. കഴിഞ്ഞ ദിവസമാണ് ഇയാളെ അറസ്റ്റ് ചെയ്ത് പിന്നീട് ജാമ്യത്തിൽ വിട്ടു. ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ ശേഷം തുടർച്ചയായി ശ്രീനാദേവി കുഞ്ഞമ്മയെ ഉൾപ്പെടെയുള്ളവരെ അധിക്ഷേപിക്കുന്ന പോസ്റ്റുകൾ അടിക്കടി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും ഗുരുതരമായിട്ടുള്ളൊരു വളരെ മോശമായ രീതിയിലൊരു അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അതവർ അയാൾ പിൻവലിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പരിശോധിച്ചപ്പോൾ. അയാളുടെ ഫേസ്ബുക്കിലില്ല. സ്വാഭാവികമായും ഇതിപ്പോൾ രണ്ടാമതും തുടർച്ചയായി സമാനമായ രീതിയിലുള്ള ഒരു കുറ്റകൃത്യം ആവർത്തിക്കുന്നു. ജാമ്യം കിട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം കൃത്യമായ ജാമ്യ വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു. ഇനി ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കരുത്, സ്ത്രീകളെ അധിക്ഷേപിക്കരുത്, അതൊക്കെ ലംഘിച്ചുകൊണ്ടല്ലേ ഈ രാജൻ ജോസഫ് വീണ്ടും ഈ രീതിയിൽ സൈബർ അധിക്ഷേപം നടത്തിയത്? ടോം, തീർച്ചയായിട്ടും അത് തന്നെയാണ്. അത് പ്രധാനമായും കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഈ രാജൻ ജോസഫ് ശ്രീനാദേവി കുഞ്ഞമ്മയെ അധിക്ഷേപിച്ചുകൊണ്ടും അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടും മോശമായ രീതിയിൽ കമന്റുകൾ ഫേസ്ബുക്കിലും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ടിരുന്നു. അതിനുശേഷം ശ്രീനാദേവി കുഞ്ഞമ്മ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ ഈ രാജൻ ജോസഫിനെ അടൂർ പോലീസ് എറണാകുളത്ത് നിന്ന് കസ്റ്റഡിയെടുക്കുകയും പിന്നീട് ജാമ്യത്തിൽ വിട്ടെടുക്കുകയും ചെയ്തത്. ഉപാധിയോടുകൂടിയാണ് ഇനിയും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ടാണ് ജാമ്യം ഈ രാജൻ ജോസഫിന് നൽകിയത്. പക്ഷേ ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷവും ശ്രീനാദേവി കുഞ്ഞമ്മയെ വീണ്ടും ഈ സമൂഹ മാധ്യമങ്ങളിൽ അതിശയിക്കുന്ന തരത്തിലേക്ക് പോസ്റ്റ് ഇടുകയും അത്തരം കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും രാജൻ ജോസഫിനെ അടൂർ പോലീസ് തന്നെ വീണ്ടും കസ്റ്റഡിയെടുത്തുള്ളത്. കഴിഞ്ഞ സെപ്റ്റംബർ 25-ാം തീയതി മുതൽ 25-ാം തീയതി മുതൽ പല രീതിയിലുള്ള അധിക്ഷേപങ്ങൾ ഈ പോസ്റ്റിൽ, അതായത് സമൂഹ മാധ്യമങ്ങളിൽ ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ ഇയാൾ തുടർച്ചയായി ഇടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഏകദേശം 26ഓളം വീഡിയോകൾ ഇത്തരത്തിലുണ്ടായിരുന്നു. അതും വളരെ മോശം, അതായത് സ്ത്രീത്വത്തെ പൂർണ്ണമായും ആക്ഷേപിക്കുന്ന അല്ലെങ്കിൽ അപമാനിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകളാണ് പലതും ഉണ്ടായിരുന്നത്. അതിനെതിരെയാണ് നേരത്തെ പരാതി നൽകിയിരുന്നത്. പക്ഷേ ആ പരാതികൾക്ക് നടപടി ഉണ്ടായിരുന്നുണ്ട്. പിന്നീട് ഇപ്പോൾ UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോഴാണ് വീണ്ടും ശ്രീനാദേവി കുഞ്ഞമ്മ ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ നൽകിയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എന്തായാലും ഇപ്പോൾ രാജൻ ജോസഫിനെ നേരത്തെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് അതിന് താക്കീത് നൽകുകയും ജാമ്യം നൽകുന്ന വകുപ്പുകളൊക്കെയാണ് എടുത്തിരുന്നത്. പക്ഷേ ഇത്തരം മേലിൽ ആവർത്തിക്കില്ല എന്നുള്ള താക്കീതും ഒപ്പം ആ ജാമ്യ വ്യവസ്ഥയിലുള്ള കാര്യങ്ങൾ പറഞ്ഞാണ് പിന്നീട് ജാമ്യം നൽകിയത്. പക്ഷേ ആ വ്യവസ്ഥകൾ ലംഘിക്കുന്ന തരത്തിലേക്ക് ഇന്നലെ വീണ്ടും സമാനമായ രീതിയിൽ അതിരൂക്ഷമായ രീതിയിൽ ഈ സോഷ്യൽ മീഡിയ സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും ഇത്തരത്തിൽ ശ്രീനാദേവി കുഞ്ഞമ്മയെ ആക്ഷേപിച്ചുകൊണ്ടുള്ള അപകീർത്തിപ്പെടുത്തിക്കൊണ്ടുള്ള പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടതോടുകൂടിയാണ് വീണ്ടും പരാതി നൽകുകയും രാജൻ ജോസഫിനെ അടൂർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. യെസ്, എന്തായാലും ശ്രീനാദേവി കുഞ്ഞമ്മ ഇയാൾക്കെതിരെ നിയമപോരാട്ടം തുടരുകയാണ്. മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിലൂടെ തുടർച്ചയായി രാജൻ ജോസഫിനെ എതിരെ നിയമപോരാട്ടം തുടരും, അയാളെ അഴിയണ്ണിക്കും, പ്രതിക്കൂട്ടിലാക്കും എന്ന് ശ്രീനാദേവി കുഞ്ഞമ്മ തുടർച്ചയായി ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ ഇടുന്നുണ്ട്. കാരണം ഇതിനു മുൻപ്, അതായത് നമുക്കറിയാം UDF സർക്കാർ വരുന്നതിന് മുൻപ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്താണ് ഏറ്റവും കൂടുതൽ അധിക്ഷേപം ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്ക് ഉൾപ്പെടെ ഉണ്ടായത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അതോടൊപ്പം മറ്റു കോൺഗ്രസ് നേതാക്കളൊക്കെ അധിക്ഷേപിക്കുന്ന അതേ രീതിയിൽ തന്നെ ശ്രീനാദേവി കുഞ്ഞമ്മയും സൈബർ അധിക്ഷേപം നടത്തുന്ന പ്രവണതയായിരുന്നു ഇയാളുടെ ഭാഗത്തുനിന്ന്, ഇയാൾ ഉൾപ്പെടുന്ന ആ യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ഇതിപ്പോൾ രാജൻ ജോസഫിനെതിരെ മാത്രമാണോ നടപടി? ഈ രാജൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ യൂട്യൂബ് ചാനലിൻ്റെ ഉടമയ്ക്കെതിരെയും പരാതി നൽകിയിട്ടുണ്ടല്ലോ. അയാളെക്കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? ടോം, അത്തരത്തിൽ തന്നെയാണ് പരാതി ഉള്ളത്. രണ്ട് സ്ഥാപനത്തിലും ഒപ്പം രാജൻ ജോസഫ് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനെതിരെയും അത്തരത്തിൽ പരാതിയുണ്ട്. കാരണം തുടർച്ചയായി വീഡിയോകൾ ഇത്തരത്തിൽ അപകീർത്തിപ്പെടുത്തുന്ന വീഡിയോകൾ പ്രചരിപ്പിക്കുന്നു. അത് വളരെ മോശമായ രീതിയിലാണ് പല വീഡിയോകളും പ്രചരിപ്പിച്ചിട്ടുള്ളത്. ശ്രീനാദേവി കുഞ്ഞമ്മ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, തനിക്ക് തന്നെ വിമർശിക്കുന്നതിൽ തെറ്റില്ല, വിമർശനങ്ങൾ പറയുന്നതിൽ തെറ്റില്ല. അത് രാഷ്ട്രീയപരമായി പറഞ്ഞാൽ രാഷ്ട്രീയപരമായി തന്നെ താൻ അതിന് മറുപടി പറയും. പക്ഷേ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ മോശമാക്കുന്ന തരത്തിൽ സമൂഹത്തിൽ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്ന രീതിയിൽ വീഡിയോകൾ പ്രചരിപ്പിക്കുന്നതിനെതിരെയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ ഇത്തരത്തിൽ പരാതിയുമായി രംഗത്ത് വന്നത്. ഇത്തരം വീഡിയോകൾ പ്രചരിപ്പിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നെഗറ്റീവ് കമന്റുകൾ ഒരുപാട് കിട്ടും. റീച്ചിന് വേണ്ടിയാണ് ഇത്തരം ചെയ്യുന്നത്. അത് വരുമാന മാർഗമായി യൂട്യൂബ് ചാനലുകൾ ഉപയോഗിക്കുന്നു. അത്തരം മോശം പ്രവണത അവസാനിപ്പിക്കുക എന്നുള്ളതാണ്
ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ലക്ഷ്യമെന്നാണ് ശ്രീനാദേവി കുഞ്ഞമ്മ കഴിഞ്ഞ ദിവസം നമുക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്, എന്തായാലും ഇന്റർവ്യൂവിൽ പറഞ്ഞത്. എന്തായാലും ഈ കാര്യത്തിൽ ശക്തമായി മാധ്യമപ്രവർത്തകർ ശ്രീനാദേവി കുഞ്ഞ് പറഞ്ഞിട്ടുണ്ട്. ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. അത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലേക്ക് ഇത്തരത്തിലുള്ള സമൂഹ മാധ്യമങ്ങൾ പോസ്റ്റുകൾ ഇട്ടാൽ അത് എവിടെ വരെയായാലും അത്തരത്തിൽ ഏതറ്റം വരെ പോകാൻ താൻ തയ്യാറാണ്. ന്യായമായുള്ള വിമർശനങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായുള്ള വിമർശനങ്ങൾ സ്വീകരിക്കുകയും അതിന് മറുപടി പറയുകയും ചെയ്യും. പക്ഷേ സ്ത്രീത്വത്തെ പൂർണ്ണമായി അപമാനിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ, മോശമായ വീഡിയോകൾ, ഇതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല. അത് ആർക്കെതിരെ ആയാലും അതിനെതിരെ ശക്തമായ നിയമ പോരാട്ടം നടത്തുമെന്നാണ് ശ്രീനാദേവി കുഞ്ഞമ്മ നേരത്തെയും വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ജാമ്യം കിട്ടിയതിനു ശേഷം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി നൽകി ജാമ്യം കിട്ടിയതിനു ശേഷം ഇയാൾ പുറത്തിറങ്ങിയ ശേഷവും വീണ്ടും ഈ ശ്രീനാദേവി കുഞ്ഞമ്മയെ ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് പോസ്റ്റുകളുടെ അടിസ്ഥാനത്തിൽ അന്ന് തന്നെ വീണ്ടും പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ വീണ്ടും ഈ രാജൻ ജോസഫ് പിടിയിലായിരിക്കുന്നത്. എന്തായാലും ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ച ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്രാവശ്യം അതിനെതിരെ ഒരു നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സ്ഥാപനത്തിനെതിരെ, അതായത് മോശമായ രീതിയിൽ ഈ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന സ്ഥാപനത്തിനെതിരെയും പരാതി ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അത്തരത്തിൽ മുന്നോട്ട് പോകാനാണ് ശ്രീനാദേവി കുഞ്ഞമ്മ ശ്രമിക്കുന്നത്. ടോം. യെസ്, വ്യക്തമാണ്. ശശിനാരായണനാണ് വിവരങ്ങൾ നൽകിയത്.